5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് കാലമാവും ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെന്ന് ഒരു അസിസ്റ്റൻറ്റുമായി സംസാരിച്ചു. അസിസ്റ്റൻറ്റ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. വളരെയധികം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോഴും അദ്ദേഹം ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അദ്ദേഹം നെറ്റിൽ ഞാൻ ഈ ഫയലിൻ്റെ കാര്യം ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹം നെറ്റിൽ കയറി ഇരുന്നിട്ട് അദ്ദേഹം അക്കാഡമിക് കാര്യങ്ങൾ കൂടി നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറ്റൻഷൻ കൂടുതൽ. അതാണ് ഫയലൊക്കെ നോക്കി തന്നു, എനിക്ക് ആവശ്യമായ എല്ലാ സഹായം ചെയ്തു തന്നു. അത് ഒരു വശത്ത് ചെയ്തു തന്നു. അദ്ദേഹം ഒരു തെറ്റും ചെയ്തില്ല, ഭംഗിയായി ചെയ്തു. പക്ഷേ മറുവശത്ത് അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. ഞാൻ വളരെ സൗഹൃദം കൂടി ഞാൻ ചോദിച്ചു, മാഷെ സാറിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? അപ്പോൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണു പോയി, എന്തോ പ്രശ്നം, PhD എടുത്തിട്ട് ആർക്ക് ഗുണം? പെട്ടെന്ന് ഞാൻ അതിൽ കയറി തൂങ്ങിയപ്പോൾ അദ്ദേഹം MSc കഴിഞ്ഞു, MPhil കഴിഞ്ഞു, PhD എടുത്ത ആളാണ് അവിടെ അസിസ്റ്റൻ്റായിട്ട് വന്നിരിക്കുന്നത്. എന്തൊരു ഗതികേടാണ്. അദ്ദേഹം മാനസികമായി ഫ്രസ്ട്രേറ്റഡ് ആണ്. അദ്ദേഹം ഇനി പോയി അസിസ്റ്റൻ്റായി, അണ്ടർ സെക്രട്ടറിയായി ഇങ്ങനെ വന്ന് ചിലപ്പോൾ അഡീഷണൽ സെക്രട്ടറി വരെയൊക്കെ ആകുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ അഡീഷണൽ സെക്രട്ടറി ആയാൽ ചിലപ്പോൾ IAS കിട്ടുമായിരിക്കും ചെറിയ പ്രായത്തിലാണെങ്കിൽ. പക്ഷേ എന്തായാലും അദ്ദേഹം ഫ്രസ്ട്രേഷനാണ്. അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്നൊരു വാക്കുണ്ട്. എംപ്ലോയ്മെൻറ്റും ഉണ്ട്, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ട്, അണ്ടർ എംപ്ലോയ്മെൻറ്റും ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ദുരിതമാണ്, ശാപമാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഡിഗ്രി എടുത്തതിന് ശേഷം താഴ്ന്ന ജോലി ചെയ്യേണ്ടി വരിക. നേരത്തെ PSC ചില തീരുമാനങ്ങളെടുത്തു. പിയൂണായിട്ട് വരെ MA കാരും MSc കാരും അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഇനി പിയൂൺ പോസ്റ്റിൽ SLC വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നൊരു തീരുമാനമെടുത്തു. ഇത് കേട്ടുകൊണ്ട് PSC നാളെ തീരുമാനം മാറ്റിയെടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പഠിച്ചിറങ്ങുന്നവർക്ക്, എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്നവർക്ക് എഞ്ചിനീയറിംഗിൽ ജോലി കിട്ടുന്നില്ല, PhD ചെയ്യുന്നവർക്ക് അതനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. വളരെ വലിയൊരു പ്രശ്നമാണ് അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഒരു ശാപമാണ്, ഒരു ദുരിതമാണ്. ഇതിൻ്റെ ആ കിട്ടുന്ന ജോലിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്, അവർക്ക് അവിടെ ഒന്നും ചെയ്യാനുമില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഈ ചെറുപ്പക്കാരനുമായി അസിസ്റ്റൻറ്റോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, സാർ എനിക്കിവിടെ അരമണിക്കൂർ പണിയില്ല. കാരണം എനിക്ക് നന്നായി ഇംഗ്ലീഷ് അറിയാം, നോട്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയാം, നന്നായി കമ്പ്യൂട്ടർ ചെയ്യാൻ, ഞാൻ PhD ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് നന്നായി കമ്പ്യൂട്ടർ ചെയ്യാൻ അറിയാം, AI വരെ അറിയാം. അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് എൻ്റെ ഫയലുകൾ വിടാൻ പറ്റുന്നു. എനിക്കിവിടെ ജോലിയില്ല സാർ, ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷേ എനിക്ക് മറ്റൊരു ജോലി കിട്ടാൻ ഇനിയിപ്പോൾ കഴിയുകയോ, എൻ്റെ പ്രായം കഴിഞ്ഞു, മറ്റൊരു ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് താമസിക്കണം, കുടുംബമുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ ആയാൽ വലിയ സന്തോഷമാണെന്നാണ്. അല്ല, അണ്ടർ എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു പറുദീസയായി കേരളം മാറിയിട്ടുണ്ട്. ഈ അണ്ടർ എംപ്ലോയ്മെൻറ്റിൻ്റെ പറുദീസയാവുന്നതിൻ്റെ ദോഷം അനുഭവിക്കുന്ന സെൽഫ് ഫിനാൻസിങ്ങിലുള്ളവർ, അൺഎയ്ഡഡിലുള്ളവർ, അതുപോലെ തന്നെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ വലിയ പ്രതിസന്ധിയാണ്. കാരണം അവർക്ക് അവധി മാസങ്ങളിൽ ശമ്പളമില്ല, പിന്നെ ഇൻക്രിമെൻറ്റുകൾ പലപ്പോഴും കൊടുക്കാറില്ല, ഒരു മാസത്തിൽ ഒരു ലീവിനപ്പുറം എടുക്കാൻ പറ്റില്ല, രണ്ടാമത് ലീവ് എടുത്തു കഴിഞ്ഞാൽ ശമ്പളം കട്ടി. മാനേജ്മെൻറ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, അവരുടെ കയ്യിൽ പണം വേണ്ടേ, കൊടുക്കാൻ പണം വേണ്ടേ? അവർ ഈ സ്ഥാപനത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും സ്റ്റാഫിന് എത്ര കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് സ്ഥാപനത്തിന് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാൻ പറ്റും. കാരണം ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടിയാൽ മാത്രമേ കുട്ടികൾ കൂടുതൽ വരികയുള്ളൂ. ഓരോ കോളേജുകാരും കുട്ടികൾ ടൈപ്പ് ചെയ്തൊക്കെ നോക്കും. വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള, വലിയ സംവിധാനങ്ങളുള്ള, വലിയ സ്റ്റേഡിയമുള്ള, വലിയ വാഹന സൗകര്യം എല്ലായിടത്തു നിന്നുള്ള കോളേജുകൾക്കെല്ലാം കുട്ടികൾ പോവുകയുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ മാനേജ്മെൻറ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, അവർ പൈസ കൊടുത്തില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? മാനേജ്മെൻറ്റിന് പണം കൊടുക്കാനും കഴിയുന്നില്ല, കുറേ ആളുകൾ മറ്റ് ജോലി ചെയ്യേണ്ടി വരുന്നു. ഇനിയാണ് തമാശ, ഈ 2 മാസം 3 മാസമൊക്കെ ജോലി ഇല്ലാതിരിക്കുമ്പോൾ, അല്ല കോവിഡ് കാലത്തൊക്കെ എത്ര പ്രൊഫസർമാരാണ്, എത്ര അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരാണ്, എത്ര അസോസിയേറ്റ് പ്രൊഫസർമാരാണ് മറ്റ് വളരെ ചെറിയ ജോലി ചെയ്യാൻ പോകുന്നത്. ജോലിയിൽ നമ്മൾ സാങ്കേതികമായി താത്വികമായിട്ട് ചിന്തിക്കുമ്പോൾ എല്ലാ ജോലിയും നല്ലതല്ലേ? ആരാച്ചവരുടെ ജോലി മുതൽ എല്ലാ സകല ജോലിയിലും കക്കൂസിൽ അല്ലെങ്കിൽ ലാറ്ററിൽ ഇറങ്ങി പണി ചെയ്യുന്നതും എല്ലാം മഹത്തരമല്ലേ, കർമ്മത്തെ അത് പറയാം, നമുക്ക് തിയററ്റിക്കലായി പറയാം. പക്ഷെ പ്രായോഗികമായി ഒരു ഉയർന്ന ബിരുദമെടുത്തയാൾ, ഒരു PhD എടുത്തയാൾ, ഒരു MTech എടുത്തയാൾ താഴ്ന്ന ജോലി ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അയാൾക്കേ മനസ്സിലാവുള്ളൂ. ഈ ഭൂമിയിൽ ഒരാളിനും അത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാവുകയില്ല. ഞാൻ എന്തിനാണ് ഈ വ്യവസ്ഥിതിയിൽ ഇത്രയും വിദ്യാഭ്യാസം ചെയ്തത്? ഞാൻ എന്തിനാണ് എൻ്റെ സമയം, അധ്വാനം, പണം എല്ലാം മുടക്കി ഞാൻ PhD എടുത്തിട്ട് എന്ത് ഫലം എന്ന് ചോദിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ എനിക്കറിയാം. എന്ത് കഷ്ടമാണ് ഈ നാടിൻ്റെ. എന്നിട്ട് നമ്മൾ തള്ളി മറിക്കും. കേരളം ഒന്നാമതാണ്, ദേ വരൂ, ലോകം മുഴുവൻ കേരളത്തിൽ വരൂ, ഞങ്ങളെ എടുത്ത് അണിയൂ, ഞങ്ങളുടെ ഉടുപ്പെടുത്ത് ഇടൂ. എന്തൊരു ലോകമാണ് ഇവിടെ, എന്തൊരു ഉഡായിപ്പാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ സത്യം പറയൂ ലോകത്തോട്. ഇവിടെ അണ്ടർ എംപ്ലോയ്മെൻറ്റിൻ്റെ വലിയ പറുദീസയായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും പറയാനുണ്ടോ? ആരോടെങ്കിലും ചോദിക്കുന്നുണ്ടോ? ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോലിയുണ്ടോ? ജോലിക്കനുസരിച്ചുള്ള ശമ്പളമുണ്ടോ? മറ്റ് ആനുകൂല്യങ്ങളുണ്ടോ? 25-30 ലക്ഷം ആളുകളാണ് കരാർ ജീവനക്കാരായി ഇവിടെയുള്ളത്. ഏത് ഓഫീസ് എടുത്താലും കരാർ ജീവനക്കാർ. അതിൽ ഓരോ പാർട്ടിയും വരുമ്പോൾ അവരുടെ ബന്ധുമിത്രാദികളെയും പാർട്ടിക്കാരെയും കുത്തി നിറയ്ക്കും. പിന്നെ കേസ്, വഴക്ക്, വലിയ പ്രശ്നമാണ്. PSC നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് വലിയ ചൂതാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനിടയിലാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റിൻ്റെ വലിയ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോടാണെന്ന് ചോദിക്കുക, ആരോടാണെന്ന് പറയുക. ഈ ജനാധിപത്യത്തിൽ മറ്റൊരുപാട് കാര്യങ്ങൾ
ഒരുപാട് മാസം തടഞ്ഞു വയ്ക്കുന്ന കർഷക തൊഴിലാളി പെൻഷനോ അല്ലെങ്കിൽ പെൻഷൻ ഒരു ദിവസം കൊടുത്തിട്ട് അതാണ് വലിയ കാര്യമെന്ന് ചിന്തിച്ച് കൂട്ടുന്നൊരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. മറ്റൊരുപാട് കാര്യങ്ങൾ, ജാതി, മതം, വർഗീയത, തെരഞ്ഞെടുപ്പിൻ്റെ വർഗീയത ഉപയോഗിക്കുന്നത് 1960-ൽ EMS മത്സരിച്ചപ്പോൾ RSS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്നോ? ചെയ്താലെന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്? ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് എന്താണ്? 77-ൽ പിണറായി മത്സരിച്ചപ്പോൾ പിണറായിയെ ജനസംഘക്കാർ സഹായിച്ചില്ലെന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായില്ലേ അതൊക്കെ? ഇനിയിപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി വേണം. ഇവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കണം. ഇവിടെ മാനേജ്മെൻറ്റ് കോളേജുകളിലുള്ളവർക്ക് ഒരു സ്ഥിരതാ ഫണ്ട് കൊണ്ടുവരുന്നത് എങ്ങനെ, അവർക്ക് ആവശ്യമായ ശമ്പളം കൊടുക്കുന്നത് എങ്ങനെ, അവധിക്കാലത്ത് ശമ്പളം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആശാ വർക്കേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകൾ, സ്കീം തൊഴിലാളികൾ, 10-20 ലക്ഷം ആളുകൾ, ഇവർക്കൊക്കെ എന്ത് കൊടുക്കാൻ പറ്റും? അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നത് എന്ത് സാമൂഹ്യ പരിഷ്കരണം ഇവിടെ കൊണ്ടുവരാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിന് പകരം 77-ൽ ആരോടൊപ്പം നിന്നു, ആരോടൊപ്പം കിടന്നു, അത് ശരിയായോ, നിന്നത് ശരിയായോ, കിടന്നത് ശരിയായോ, ഇങ്ങനെ യാതൊരു ലക്ഷ്യവുമില്ലാത്ത അലവലാതി കാര്യങ്ങളും അലുമ്പ് കാര്യങ്ങളും ചർച്ച ചെയ്ത് നമ്മൾ മലയാളി സമയം കളയും. ഒരു കാരണവശാലും ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. അവിടെ ആവശ്യമുള്ളവർ കൂട്ടുകെട്ടുണ്ടാക്കും, ആവശ്യമുള്ളവർ ഭരിക്കും, ആമ്പിള്ളേർ. ഇവിടെയാണെങ്കിൽ ആവശ്യമുള്ളതിനും ഇല്ലാതിനും ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, ഇങ്ങനെ തുടങ്ങി യാതൊരു സെൻസിബിലിറ്റിയും ഇല്ലാത്ത, സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിന് യാതൊരു ഗുണവുമില്ലാത്ത വിഷയങ്ങൾക്കാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരും മാപ്രകളും നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മളെല്ലാവരും സമയം മുടക്കുന്നത്. ഇതൊരു ഒന്നൊന്നര കഷ്ടമാണ്. ആരോടാണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക? നാടേ, കേരളമേ, നിന്റെ ഗതികേട്.